ഇത് മറ്റുള്ളവർക്ക് ഇത് കംബാക്കായിട്ട് തോന്നിയേക്കാം, പക്ഷേ എനിക്കിത് ഇതുവരെ കംബാക്കായിട്ട് തോന്നിയിട്ടില്ല. ബിക്കോസ് ഞാൻ വളരെയധികം ഈ ജോലിയെ ഇമോഷണലായിട്ട് കാണുന്ന ഒരാളാണ്. ഇടയ്ക്കിടയ്ക്ക് സിനിമ ചെയ്താലും ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മനസ്സിൽ തട്ടി ചെയ്യണം. മലയാള പ്രേക്ഷകർ ഇതുവരെ എന്നെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു അവതാരത്തിൽ. പടങ്ങളുടെ എണ്ണത്തിനപ്പുറത്തേക്ക് ചെയ്യുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഒരു എന്താ പറയുക ഡെപ്ത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഇതിനെ ഒരു ന്യൂ ജനറേഷൻ മൂവിന്ന് അങ്ങനെ ഒരു ടാഗ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ ഇത് ന്യൂ ജനറേഷൻ അല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്ക് പറയാൻ പറ്റില്ല. ആണ് ഇത് മറ്റുള്ളവർക്ക് ഇത് കംബാക്കായിട്ട് തോന്നിയേക്കാം, പക്ഷേ എനിക്കിത് ഇതുവരെ കംബാക്കായിട്ട് തോന്നിയിട്ടില്ല. ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സബാറ്റിക്കൽ പോലെ കുറച്ച് നാൾ നമ്മൾ അവധിയൊക്കെ എടുത്ത് മാറി നിൽക്കുന്ന പോലെയുള്ളൂ. അതുകൊണ്ട് എനിക്കത് കംബാക്ക് പോലെ തോന്നുന്നില്ല. സിനിമയുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഈ പടത്തിലെ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഷാസിയ അക്ബർ എന്നാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്. 3 കാലഘട്ടത്തിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ഓഫീസറാണ്. ഒരു കേസ് അത് 3 ഡിഫറെൻറ്റ് സ്റ്റേജസ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ. മലയാള പ്രേക്ഷകർ ഇതുവരെ എന്നെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു അവതാരത്തിൽ. ഇതിൻ്റെ സംവിധായകൻ ഡോൺ മാക്സ് ആണ്. ഇതിൽ ഒരുപാട് താരനിരകളുണ്ട്. അനൂപ് മേനോൻ ഒരു വളരെ മുഖ്യമായിട്ടുള്ള കഥാപാത്രം ചെയ്യുന്നു. കനിഹ, പിന്നെ കവിത നായർ, ഹിന്ദിയിൽ നിന്ന് എയർലിഫ്റ്റിലൊക്കെ അഭിനയിച്ച ഹൃത്തിക എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, ജോജു വളരെ നല്ല ക്യാരക്ടർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, എല്ലാവരും ഒരു ടീം വർക്കാണ് 10 കൽപ്പനകൾ. ഇപ്പം ഞാൻ വന്നിട്ട് എൻ്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് അല്ല. ഇതിനകത്ത് ഇവരൊക്കെ ഉള്ള പോലെ തന്നെ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇതിനകത്ത് ചെയ്യുന്നു. പ്രേക്ഷകരിലേക്ക് എത്തുന്നത് വളരെ റിഫ്രഷിംഗ് ആയിരിക്കും. ഞാൻ പറഞ്ഞാൽ എന്നെ ഇതേപോലെ ഇതുവരെയും കണ്ടിട്ടില്ല പ്രേക്ഷകർ. വളരെ റിഫ്രഷിംഗ് ആയിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു ക്രൈം ത്രില്ലർ ഈ ഒരു രീതിയിലുള്ളൊരു സബ്ജക്റ്റ് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പം മൊത്തം ഒരു റിഫ്രഷിംഗ് ആയിരിക്കും. അതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും ഈ സിനിമ പോയി കാണണം, ഈ സിനിമ വിജയിപ്പിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു അനുഭവമായിരിക്കും. വേർത്തായിരിക്കും ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കാണുന്നത്. പിന്നെ ഒരു എന്താ പറയുക, ഒരു വേറിട്ടൊരു അനുഭവമായിരിക്കും. ലൈക്ക് ഈവൻ ഇതിൻ്റെ ക്യാമറ വർക്ക് ആണെങ്കിലും ഇതിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും ഒരു എന്താ പറയുക, ഇതിനെ ഒരു ന്യൂ ജനറേഷൻ മൂവിന്ന് അങ്ങനെ ഒരു ടാഗ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ ഇത് ന്യൂ ജനറേഷൻ അല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്ക് പറയാൻ പറ്റില്ല. ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൈക്ക് ഫാമിലിക്ക് ഇഷ്ടപ്പെടും, യങ്ങർ ജനറേഷൻ ഇഷ്ടപ്പെടും. ഇപ്പം യങ്ങർ ജനറേഷൻ ആണല്ലോ പടത്തിനെ കൊണ്ടുപോകുന്നത്. പടങ്ങൾ ഓടുന്നത് അങ്ങനെയാണല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകളാണ്. ഈ പടം തീർച്ചയായിട്ടും വിജയിപ്പിക്കണം. സിനിമ എന്ന് പറയുന്നത് എൻ്റെ തൊഴിൽ ആക്ടിങ് ആണ്. ഇനിയും നാളെ ചിലപ്പോൾ സിനിമയിൽ തന്നെ പുതിയ മേഖലകൾ ചിലപ്പോൾ കൊണ്ടുവന്നേക്കാം. ചിലപ്പം പ്രൊഡക്ഷൻ അല്ലേ പല രീതിയിൽ. പക്ഷെ ഞാൻ ഫണ്ടമെൻ്റലി ഒരു ആക്ടറാണ്. അതാണ് ഇന്ന് എനിക്ക് തന്ന പേരും നിങ്ങളെല്ലാവരും എന്നെ ഇഷ്ടപ്പെടാനും കാരണം. സിനിമ എന്നും എൻ്റെ കൂടെ ഉണ്ട്. അതിലിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇടയ്ക്ക് ഒന്ന് പോയെന്നിരിക്കുമല്ലോ 6 മാസത്തേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ നല്ലൊരു സിനിമ നല്ല സബ്ജക്റ്റ് വരുമ്പോഴായിരിക്കും ചെയ്യുന്നത്. ഒരിക്കലും എന്നെ കംബാക്കായിട്ട് എടുക്കരുത്. ഒരു സബാറ്റിക്കൽ പോലെ എനിക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ സ്പേസ് ഉണ്ടെങ്കിൽ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ വന്ന് ചെയ്യും. താങ്ക് യു വെരി മച്ച്. October 30th, Hasna Mohammed. All these girls were murdered in the same pattern. നമസ്കാരം. ഞങ്ങളുടെ ഒരു പുതിയ സിനിമ ഈ വെള്ളിയാഴ്ച 25-ാം തീയതി റിലീസാവുകയാണ്. 10 കൽപ്പനകൾ. മലയാള സിനിമയിലെ ഒരു പ്രശസ്തനായ എഡിറ്റർ, ഒരുപാട് സീനിയർ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഡോൺ മാക്സ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അനൂപ് മേനോനും മീര ജാസ്മിനുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഞാനുണ്ട് ഒരു പ്രധാന വേഷത്തിൽ. എൻ്റെ ക്യാരക്ടർ ഒരു കോട്ടയം അച്ചായനായിട്ടാണ്. ത്രില്ലർ സ്വഭാവമുള്ളൊരു സിനിമയാണ്. ഒപ്പം ആദ്യ അവസാനം വരെ നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഹിറ്റ് സിനിമ ദൃശ്യം പോലെയൊക്കെ സസ്പെൻസ് കാത്തു സൂക്ഷിക്കുന്ന, എൻ്റർടൈൻ ചെയ്യിക്കുന്നൊരു സിനിമയാണ്. എല്ലാവരും കാണണം. പുതിയ ഒരു കൂട്ടം യുവാക്കളാണ് ആ സിനിമയുടെ പിന്നിൽ. അവരുടെ ഒരു 3-4 വർഷത്തെ സ്വപ്നമാണ് ആ സിനിമ. എല്ലാവരും
ഒരുപാട് ക്രൈസിസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാശിൻ്റെ ഡയറ്റാണ്, എന്നാലും എല്ലാവരും കാണണം, പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു. Hi, my name is Ritika Bidyani. You can also call me as Ritz. And you'll soon see me in Patakalpana Kal, which is 10 Commandments, as Angel. And I hope you like my character. My character is a sweet little girl who is loved by everyone. And I'm sure you're going to love me too in the movie. And yeah, you'll come to know about my character more after looking the movie, watching the movie. And the movie is a family thriller movie. You can go watch it. Please go and watch it. Please support our movie, and I'm sure you're gonna love it. And my experience with everyone on set, starting with Anoop sir. Anoop sir is a gem person. He is very nice. He's perfect. So he guides me whenever I need. And yeah, he's a really nice person. He's a gem person. And Miradi, she's amazing. She's just simply amazing. I mean, the perfect. If you just give her a scene, she'll do it like this. I mean, simplicity, perfection, and yeah. And Don Bro, I call him my brother because he is like my brother, and he's very kind. He knows what he wants, and he knows what the scene is all about. He knows exactly what he wants, and he passes, or he makes the cast understand really well. So yeah, Don Bro is the best. And yeah, Kaniha di, Kavita di, everybody is really good. So yeah, it was a great time on set, and it didn't feel like we were shooting, but it was like a family around you. So yeah, I was really, really comfortable. ഞാൻ ബിനു അടിമാലി. നമസ്കാരം, ഞാൻ അജയ്. ഹായ്, ഞാൻ കവിത നായർ. എൻ്റെ പേര് സംഗീത് ജെയിൻ. ഈ സിനിമയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. മീര ജാസ്മിൻ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. മീര ജാസ്മിൻ്റെ തിരിച്ചുവരവ് കൂടിയാണ്. മീര ജാസ്മിനും തമ്പി ആൻ്റണിയുടെ കൂടെ ഒരു പോലീസ് വേഷം ഞാൻ ചെയ്യുന്നു. മീര ജാസ്മിൻ ഇതിനകത്ത് ഷാസി അക്ബർ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറെ, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെയാണ് അവതരിപ്പിക്കുന്നത്. അത് പുള്ളിക്കാരുടെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ വേറിട്ട് നിൽക്കാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് കുട്ടിക്കാനത്തിൻ്റെ ഒരുപാട് പ്രകൃതി ഭംഗിയൊക്കെ നല്ല രീതിയിൽ ഒപ്പിയെടുത്ത ഒരുപാട് സീനുകളുണ്ട് ഇതിൽ. ഒരു ത്രില്ലർ സിനിമയാണിത്. ഇതൊരു നല്ലൊരു കുടുംബചിത്രമാണ്. ഇത് എന്തായാലും സമൂഹത്തിൽ എല്ലാവരും കണ്ടിരിക്കേണ്ടതായ ഒരു പടമാണ്. മലയാളത്തിലിപ്പോൾ ഒട്ടനവധി ഫാമിലി ത്രില്ലറുകൾ ഒരുപാട് വന്നിട്ടില്ലാത്ത ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി. പക്ഷേ നമ്മുടെ പടം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കാലികമായിട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ്. 10 കൽപ്പനകൾ ഒരു ക്രൈം ത്രില്ലറാണ്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സ് ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. അതുപോലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് എസ് ജാനകി അമ്മ ഈ സിനിമയിൽ ഒരു നല്ല പാട്ട് പാടിയിട്ടുണ്ട്. ഇത് ഇവരുടെ ഈ അഭിനയിച്ചവരുടെ എല്ലാം തന്നെ ഏറ്റവും നല്ല പെർഫോമൻസ് നമുക്ക് ഈ മൂവിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെയധികം ഈ ജോലിയെ ഇമോഷണലായിട്ട് കാണുന്ന ഒരാളാണ്. ഇടയ്ക്കിടയ്ക്ക് സിനിമ ചെയ്താലും ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മനസ്സിൽ തട്ടി ചെയ്യണം. പടങ്ങളുടെ എണ്ണത്തിനപ്പുറത്തേക്ക് ചെയ്യുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഒരു എന്താ പറയുക, ഡെപ്ത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അപ്പം ഈ സിനിമ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ നല്ല കൂട്ടായ്മയിൽ എനിക്കും ഒരു പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഒരു എന്താ പറയുക, സത്യസന്ധമായിട്ടുള്ളൊരു റെസ്പോൺസ് നിങ്ങളുടെ ഭാഗത്തു നിന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇത് കണ്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് തന്നെ തിയേറ്ററിൽ പോയി പടം കണ്ട് വിജയിപ്പിക്കണം. താങ്ക് യു.